എല്ലാ മലയാളികൾക്കും എൻ്റെയും ഓക്സിജൻ്റെയും ഈസ്റ്റർ ആശംസകൾ. പലർക്കും നമ്മുടെ നാടിനെക്കുറിച്ച് നെഗറ്റീവ് ബ്രാൻഡിങ് ഉണ്ട്. ഇന്ത്യ മോശമാണ്, കേരളം മോശമാണ്, നെഗറ്റീവ് ബ്രാൻഡിങ് ഉണ്ട്. 8 ബാങ്കുകളിൽ കയറിയിട്ടാണ് എനിക്ക് ആദ്യത്തെ അക്കൗണ്ട് എടുക്കാൻ പറ്റിയത്. അന്ന് അക്കൗണ്ട് എടുക്കുന്ന ആരെങ്കിലും പരിചയപ്പെടുത്തണം. ഇപ്പം 8ാമത്തെ ബാങ്കിലാണ് എനിക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കിയത്. അപ്പം അങ്ങനെ ശരിക്കും മുണ്ടുമുറുക്കി കൊടുത്തും വളരെ സാമ്പത്തിക പ്രതിസന്ധി, ഞാൻ എന്നും സാമ്പത്തിക പ്രതിസന്ധി നമ്മളോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ, വർഷങ്ങളോളം. അപ്പം പിന്നെ ഈ ലോസും. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഓക്സിജന്റെ ഷോറൂമിന് മുന്നിലാണ്. കേരളത്തിലെ പ്രമുഖ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയായ ഓക്സിജന്റെ കോർപ്പറേറ്റ് ഓഫീസ് കൂടി സ്ഥിതി ചെയ്യുന്ന ഷോറൂമാണിത്. ഓക്സിജൻ സിഇഒ ഷിജോ കെ തോമസ് ആണ് ഈസ്റ്റർ ദിനത്തിൽ ബിസിനസ് വിശേഷങ്ങളും ഈസ്റ്റർ വിശേഷങ്ങളും പങ്കുവെക്കാനായി ഫിനാൻഷ്യൽ ഗൈഡിനൊപ്പം ചേരുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. വരൂ, നമുക്കതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്സിജൻ ഇത് ഡിജിറ്റൽ എക്സ്പെർട്ട് എന്ന് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. കാരണം മലയാളികൾക്ക് അവരുടെ ഡിജിറ്റൽ ഹോം അപ്ലയൻസസ് പർച്ചേസുകൾക്ക് ആശ്രയിക്കാൻ പറ്റിയ റെപ്യൂട്ടഡ് റീറ്റെയിൽ ശൃംഖലയാണ് ഇന്ന് ഓക്സിജൻ. 1999 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ കവലയിൽ 75 സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ള മുറിയിൽ നിന്നാരംഭിച്ച ഓസോൺ സിസ്റ്റംസ് എന്ന കമ്പ്യൂട്ടർ അസംബ്ലിംഗ് സ്ഥാപനം 2005 ഓക്സിജൻ എന്ന ബ്രാൻഡ് നെയിമിൽ കേരളമാകെ അറിഞ്ഞു തുടങ്ങി. ആ ഓക്സിജൻ ഇന്ന് സിൽവർ ജൂബിലി നിറവിലെത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ 5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഷോറൂം സ്പേസിന് അവകാശിയാണ്. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഓക്സിജൻ ഗ്രൂപ്പിന്റെ സിഇഒയും MDയുമായ ഷിജോ കെ തോമസിന്റെ സംരംഭക യാത്രയാണ് ഫിനാൻഷ്യൽ ഗൈഡിന്റെ ഈ എപ്പിസോഡിൽ. ഒപ്പം അദ്ദേഹത്തിന്റെ ഈസ്റ്റർ വിശേഷങ്ങളും. കോട്ടയം കാഞ്ഞിരപ്പള്ളി കൊല്ലംപറമ്പിൽ വീട്ടിൽ അധ്യാപക ദമ്പതികളായ KV തോമസിന്റെയും മോളി തോമസിന്റെയും മകനായ ഷിജോ കെ തോമസിന് ബിസിനസ് കുടുംബ പശ്ചാത്തലമൊന്നും അവകാശപ്പെടാനില്ല. കളമശ്ശേരി പോളിടെക്നിക്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. പഠനശേഷം ജോലിയിൽ കയറിയെങ്കിലും അധികം വൈകാതെ തന്നെ വീട്ടിലെ ചില ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങൾ കൊണ്ട് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അന്നേ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം കലശലായുണ്ടായിരുന്നതുകൊണ്ടും താൽപര്യമുള്ള മേഖല കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആയിരുന്നതുകൊണ്ടും ആ രംഗത്തേക്ക് തന്നെ ഇറങ്ങി. 1/4 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ലാൻഡ് ഫോൺ പോലും അത്യാഡംബരമായിരുന്ന കാലം. അന്ന് കമ്പ്യൂട്ടർ വിൽപ്പനയ്ക്ക് റീറ്റെയിൽ സ്റ്റോറുകളില്ല. ആവശ്യക്കാരിൽ നിന്നും കൊട്ടേഷൻ എടുത്ത് കോൺഫിഗറേഷൻ അനുസരിച്ച് കമ്പ്യൂട്ടറുകൾ അസംബിൾ ചെയ്ത് നൽകും. കമ്പ്യൂട്ടർ അസംബിളിംഗ് സ്ഥാപനമാണെങ്കിലും അതിന് പേരിട്ടപ്പോൾ ഷിജോ ഒന്ന് വഴി മാറ്റിപ്പിടിച്ചു. ഓസോൺ സിസ്റ്റംസ്. കമ്പ്യൂട്ടർ അസംബിളിംഗ് സ്ഥാപനത്തിന് ടെക്നോളജിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത പേര്. അതേപ്പറ്റി ഓക്സിജൻ സിഇഒയും MDയുമായ ഷിജോ കെ തോമസ് പറയുന്നത് ഇങ്ങനെ: ടെക്കുമായിട്ട് കണക്റ്റഡ് അല്ലാതൊരു പേര് ഇടണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് ആ പേര് വന്നത്. ഒരു ബന്ധവുമില്ലാതെ, കാരണം നമ്മൾ തന്നെ അത് മാർക്കറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യണമല്ലോ, ഒരു ബ്രാൻഡ് നെയിം. പിന്നെ ഓസോൺ സിസ്റ്റംസ് എന്നൊരു സ്ഥാപനമായിരുന്നു ഞാൻ തുടങ്ങിയത് ആദ്യം. അത് O3 ആണ് അതിൻ്റെ കെമിക്കൽ നെയിം. അപ്പം O2 ആണല്ലോ ഓക്സിജൻ. അങ്ങനെ ഓസോണിൽ നിന്നും ഓക്സിജനിലേക്ക് പിന്നെ നമ്മൾ ബ്രാൻഡ് നെയിം റീബ്രാൻഡ് ചെയ്തു. ഓസോൺ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ഹോൾസെയിൽ ബിസിനസ്സാണ് നടക്കുന്നത്. കോട്ടയത്ത് തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷനാണ്. റീറ്റെയിലിലേക്ക് വന്നപ്പോൾ നമ്മൾ പുതിയൊരു പേര് ഓക്സിജനുള്ള, ഓസോണുമായി സാമ്യമുള്ള എന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പേരായതുകൊണ്ട്, മനുഷ്യന് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട്, ഇന്നിപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ അങ്ങനെ ആയല്ലോ, മനുഷ്യൻ്റെ ഒരു ഓക്സിജൻ പോലെ തന്നെ ആയല്ലോ നമ്മുടെ മൊബൈൽസിന് ഒക്കെ. അപ്പം അന്നത് ഉദ്ദേശമല്ല ഇട്ടതെങ്കിലും ഇന്നതിന് കുറച്ചുകൂടെ അർത്ഥം കൈവരുന്നിട്ടുണ്ടെന്ന് തോന്നാറുണ്ട്. ബിസിനസ് തുടങ്ങാൻ ആദ്യ മൂലധനം കണ്ടെത്തിയതെങ്ങനെയെന്ന് ഷിജോ കെ തോമസ് വിശദീകരിക്കുന്നു. അന്ന് അദ്ദേഹത്തിന് ഒരു 40,000 റുപ്പീസ് ആയിരുന്നു ഇത് നമ്മൾ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടി വന്നത്, ആ സ്ഥാപനം നമ്മൾ അദ്ദേഹത്തിൻ്റെ വാങ്ങാനായിട്ട്. അപ്പോൾ അത് ഫാദർ അധ്യാപകനായിരുന്നു. ഫാദർ പെൻഷനായ സമയമായിരുന്നു. അപ്പം പെൻഷൻ പൈസയിൽ നിന്നുമാണ് അന്ന് ആ തുക എനിക്ക് കിട്ടിയത്. അങ്ങനെയാണത് 40,000 രൂപയാണ് മൂലധനം. അങ്ങനെ കൊടുത്താണ് അത് വാങ്ങിയത്. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് പിന്നീട് ബാങ്ക് ലോണുകളും അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ മൂലധനമായിട്ട്. 40,000 രൂപയിൽ ആരംഭിച്ച ഓക്സിജന്റെ ടേൺ ഓവർ ഇന്ന് എത്രയാണ്? 1000 കോടിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. പ്രതിസന്ധികളുടെ ചുഴികളും മലരികളും അടിയൊഴുക്കുകളും തരണം ചെയ്താണ് ഓക്സിജൻ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നത്. ഫണ്ട് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടിനു പുറമെ ഓരോ വർഷവും പെരുകി വന്ന നഷ്ടക്കണക്കുകൾ. എങ്കിലും ഷിജോ പ്രതീക്ഷ കൈവിട്ടില്ല. നഷ്ടം സഹിച്ചു തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ നമുക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം നമ്മൾ ഒരു വർഷത്തെ ലോസ് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും എന്തായാലും അടുത്ത വർഷം നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. വീണ്ടും പ്രതീക്ഷയാണ്.
അപ്പോൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ വീണ്ടും കിടക്കുന്നു, അടുത്ത വർഷം വീണ്ടും ലോസ് വരുന്നു. അപ്പോൾ ഒരു ലോസിനോട് അടുത്ത ലോസ് അക്യുമുലേറ്റ് ചെയ്തു വീണ്ടും. അങ്ങനെ ഒരു 4-5 വർഷത്തോളം നമുക്കൊരു മുന്നോട്ട് നോക്കുമ്പോൾ യാതൊരു പ്രതീക്ഷയില്ലാത്ത രീതിയിലുള്ള ഒരു അന്ധകാരം നിറഞ്ഞ ഒരു ഭാവിയാണ് നമ്മൾ കാണുന്നത്. മുന്നോട്ട് നോക്കുമ്പോൾ വീണ്ടും ലോസ് കൂടിക്കൂടി അവസാനം നമ്മളിത് കടം കയറി എന്ത് ചെയ്യുമെന്നൊക്കെയുള്ളൊരു അവസ്ഥയിലേക്ക് വേണം ചിന്തിക്കാവുന്ന സാഹചര്യത്തിലായിരുന്നു അന്ന് ശരിക്കും. പക്ഷെ അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും ക്ഷമയോടെ വെയിറ്റ് ചെയ്യുകയാണ്. മാത്രമല്ല നമ്മൾക്ക് ഇൻറ്റേർണലി നമ്മളുടെ ചില പ്രശ്നങ്ങളും കാണും. നമ്മൾ എല്ലാ കാര്യത്തിനും മറ്റുള്ള സാഹചര്യങ്ങളോ മാർക്കറ്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ കറക്ഷൻസ് ആ സമയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു, നമ്മൾ എടുക്കേണ്ട ഇൻറ്റേർണൽ കറക്ഷൻസ്. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് റെഡിയായി, ആ പ്രോബ്ലം മാറി. ബിസിനസ് നടത്താൻ പണം കണ്ടെത്തുന്നതിനായി കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കോട്ടയത്തെ 8 ബാങ്കുകളിൽ കയറി ഇറങ്ങേണ്ടി വന്ന സാഹചര്യം അദ്ദേഹം ഓർത്തെടുക്കുന്നു. 8 ബാങ്കുകളിൽ കയറിയിട്ടാണ് എനിക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റിയത്. 8ാമത്തെ ബാങ്കിലാണ് എനിക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കിയത്. അത് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ സൈൻ ചെയ്ത് തന്നു. അപ്പോൾ അന്നൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോലും അത്ര ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. അങ്ങനെ ഈസിയല്ല. ഇത് കറണ്ട് അക്കൗണ്ട് എടുക്കാനായിട്ട് SB അക്കൗണ്ടല്ല, കറണ്ട് അക്കൗണ്ട് കിട്ടണമെങ്കിൽ കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനെ പല കാര്യങ്ങളും. ഇന്ന് സ്ഥാപനങ്ങൾ ചെന്ന് അക്കൗണ്ട് എടുപ്പിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. നമ്മൾ ഇത്രയും കോമ്പറ്റീഷൻ ഇല്ല ബാങ്കുകൾ തമ്മിൽ. അപ്പോൾ തുടക്കത്തിൽ ഈ മൂലധനം നമുക്ക് കിട്ടിയ ആദ്യത്തെ മൂലധനം കഴിഞ്ഞ് മൂലധനം വർദ്ധിപ്പിക്കണമല്ലോ. അതൊരു വലിയ ചലഞ്ചായിരുന്നു. കാരണം ഈ 40,000 രൂപ കൊണ്ട് അന്ന് ചെറിയ കാര്യങ്ങൾ നടക്കും, പക്ഷേ നമുക്ക് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യത്തിനും ഫണ്ടിൻ്റെ ഒരു ആവശ്യം വന്നു. അപ്പം 100% ബാങ്കിനെയാണ് അന്ന് ഡിപ്പെൻഡ് ചെയ്തതും. ഇപ്പോഴും നമ്മൾ ബാങ്കുമായിട്ട് മാത്രമാണ് ഞങ്ങളുടെ ഡിപ്പെൻഡൻസി ഉള്ളത്. വ്യക്തികളോട് നമുക്ക് സാമ്പത്തിക കാര്യങ്ങൾ ബാധ്യതയില്ല. 100% ബാങ്ക് വഴിയുള്ള ബാങ്കിൽ നിന്ന് ഹെൽപ്പ് എടുക്കുന്നു. പിന്നെ ഞങ്ങളുടെ സപ്ലൈസ് ഓഫ് കോഴ്സ് അവരെ നമ്മൾ എപ്പോഴും വലിയ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഓർക്കുന്നു. കാരണം അവർ ക്രെഡിറ്റ് നമുക്ക് തരുന്നില്ലെങ്കിൽ ഈ ചെയിൻ പൊട്ടും. ഇന്നും ഞങ്ങളുടെ സപ്ലൈസ് ഞങ്ങൾക്ക് ക്രെഡിറ്റ് തരുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അവരെല്ലാം നമ്മളെ വിശ്വസിച്ച് കോടികളുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് തരികയാണ്. അപ്പോൾ ഇത്ര ദിവസം ക്രെഡിറ്റിനായിരിക്കുമല്ലോ. ഈ റീറ്റെയിൽ ചെയിനുകളെല്ലാം വർക്ക് ചെയ്യുന്ന ഈ ക്രെഡിറ്റ് സൈക്കിളിലാണ്. അപ്പം ബാങ്കിൻ്റെ ഹെൽപ്പും സപ്ലൈസിൻ്റെ ഒരു ക്രെഡിറ്റ് തരാനുള്ള നമ്മളുടെ ഒരു ട്രാക്ക് നോക്കിയിട്ട് ഓരോ വർഷം ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടിയാണ് കൊണ്ടുവരും. ആദ്യമൊക്കെ വളരെ കുറച്ച് ലിമിറ്റേ തരുള്ളൂ, നമ്മളെ അറിയില്ലല്ലോ അവർക്ക്. കോവിഡ് കാലത്ത് മറ്റ് ബിസിനസ്സുകൾ പലതും തകർന്നടിഞ്ഞപ്പോഴും സ്മാർട്ട് ഫോൺ ബിസിനസ് ഫുൾ സ്വിംഗിലായിരുന്നു. മീറ്റിംഗുകളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ ക്ലാസുകളും ഏതാണ്ട് 1.5 വർഷക്കാലത്തോളം പൂർണ്ണമായും ഓൺലൈൻ ആയതോടെ ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും വേണ്ടിവന്നു. കോവിഡ് മഹാമാരി മനുഷ്യരെ ബന്ധികളാക്കിയ 2020 മെയ് മുതലുള്ള 6 മാസത്തെ ബിസിനസ്സിൽ മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 60% വർധനയുണ്ടായെന്ന് ഓക്സിജൻ CEO ഷിജോ കെ തോമസ് പറഞ്ഞു. വന്നു, വർക്ക് ഫ്രം ഹോം വന്നു. അപ്പം എല്ലാ വീടുകളിലേക്കും എല്ലാ കുട്ടികൾക്കും ഓരോ മൊബൈലൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പം വലിയൊരു റിക്വയർമെൻറ്റ് വന്നു. മാർക്കറ്റിൽ നിന്ന് ഷോർട്ടേജാണ്. ചൈനയിൽ നിന്നായിരുന്നു പ്രൊഡക്ട്സ് എല്ലാം വന്നത്. ചൈനയിലും കൊറോണ ബാധിച്ചിരുന്നു മാനുഫാക്ചറിങ്ങിൽ. അപ്പം ഞങ്ങളത് കൊറോണ ബാധിക്കാത്ത സംസ്ഥാനങ്ങളിലുള്ള സ്റ്റോക്കുകളെല്ലാം നമ്മൾ ബൾക്കായിട്ട് കൊണ്ടുവന്നാണ് ആ ഷോർട്ടേജിനെ ഞങ്ങൾ പരിഹരിച്ചത്. ഒരു ട്രക്കിലൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ലാപ്ടോപ്പുകളൊക്കെ ലോറിക്ക് ഒക്കെ കൊണ്ടുവരുന്ന, നേരിട്ട് കോട്ടയത്തേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി തന്നെ ട്രക്കൊക്കെ. കാരണം അത്രയും സ്റ്റോക്കുകൾ എടുത്ത് വെച്ചില്ലെങ്കിൽ മുന്നോട്ട് ഇതൊന്നും കിട്ടുമെന്നൊരു ഉറപ്പില്ല. കാരണം ഓരോ സ്റ്റേറ്റിനെയായിട്ട് കൊറോണ ബാധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം ഡൽഹിയിൽ കൊറോണ ഇല്ലാത്ത സമയത്ത് അവിടെ നിന്ന് സ്റ്റോക്ക് ഇറക്കുന്നു, അല്ലെങ്കിൽ പഞ്ചാബിലില്ലാത്ത സമയത്ത് അവിടെ അപ്പം നടക്കുന്നുണ്ടാകും ആക്ടിവിറ്റീസ്. അങ്ങനെ ആയിരുന്നു നമ്മൾ ഹാൻഡിൽ ചെയ്തത്. എന്നാലും ഷോർട്ടേജ് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൊഡക്റ്റിനകത്ത് റിക്വയർമെൻറ്റ് അതുപോലെ കൂടി. ഞങ്ങൾക്കൊരു 60% വരെ പ്രീവിയസ് ഇയറുമായിട്ട് ഗ്രോത്ത് ഉണ്ടായ വർഷമാണ് ആ വർഷം. ടോട്ടൽ ബിസിനസ്സിനകത്ത് 60% വരെ ഗ്രോത്ത് ഉണ്ടായ വർഷമാണ്. ഇന്ന് കേരളത്തിലാകെ വിപുലമായ 36 ഷോറൂമുകളുള്ള ഓക്സിജന്റെ വിജയത്തിന് പിന്നിലെ കരുത്ത് 25 ലക്ഷത്തോളം വരുന്ന കസ്റ്റമേഴ്സും 1000-ലധികം വരുന്ന ഓക്സിജൻ സ്റ്റാഫിനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന CEOയുമാണെന്ന് ഓക്സിജന്റെ ആദ്യ രൂപമായ ഓസോൺ സിസ്റ്റംസ് മുതൽ ഇന്ന് വരെ ഓക്സിജനൊപ്പമുള്ള ഫിനാൻസ് ജനറൽ മാനേജർ സുനിൽ വർഗീസ് പറയുന്നു. ഓക്സിജനോടൊപ്പമുള്ള എൻ്റെ യാത്ര തുടങ്ങിയിട്ട് 25 വർഷങ്ങളാകുകയാണ്. ഓക്സിജനും ഈ വർഷം 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഇന്ന് 36 ഷോപ്പുകളാണ് കേരളത്തിൽ ആകമാനം ഓക്സിജനുള്ളത്. ഏതാണ്ട് 25 ലക്ഷം മേളിൽ കസ്റ്റമേഴ്സും നമുക്ക് ഓക്സിജനോടൊപ്പം ഉണ്ട്. അതുപോലെ സംതൃപ്തരായ ഏതാണ്ട് 1000-ൽ പരം സ്റ്റാഫുകളും ഓക്സിജനോടൊപ്പം ഉണ്ട്. ഓക്സിജൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംതൃപ്തരായ കസ്റ്റമറും അതുപോലെ തന്നെ ഓക്സിജനോടൊപ്പം നിൽക്കുന്ന, ഓക്സിജനെ സ്നേഹിക്കുന്ന ഓക്സിജൻ്റെ സ്റ്റാഫുകൾ, അതുപോലെ സ്റ്റാഫിനെ സ്നേഹിക്കുന്ന മാനേജ്മെൻറ്റും CEOയും ഒക്കെ തന്നെയാണ് ഓക്സിജൻ്റെ വളർച്ചയ്ക്ക് നിദാനം. ബിസിനസ് ചെയ്യാൻ കേരളവും ഇന്ത്യയും കൊള്ളില്ല എന്ന തരത്തിലുള്ള കുപ്രചരണങ്ങളെ നാട്ടിൽ ബിസിനസ് നടത്തുന്ന ഒരു സംരംഭകൻ എന്ന നിലയിൽ കാര്യകാരണങ്ങൾ നിരത്തി തള്ളിക്കളയുകയാണ് ഷിജോ കെ തോമസ്.
കാരണം ഞങ്ങൾക്ക് ബിസിനസ് നാട്ടിൽ ചെയ്യുന്നവരായതുകൊണ്ട് പലർക്കും നമ്മുടെ നാടിനെ കുറിച്ച് നെഗറ്റീവ് ബ്രാൻഡിങ് ഉണ്ട്. ഇന്ത്യ മോശമാണ്, കേരളം മോശമാണെന്നുള്ള നെഗറ്റീവ് ബ്രാൻഡിങ് ഉണ്ട്. ഞാനിവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം, ഇപ്പം ഒന്ന് ഇന്ത്യ എന്നുള്ളൊരു ഒരു പെർസ്പെക്റ്റീവിൽ എടുത്താൽ ലോകത്തിലെ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ, എല്ലാ ആംഗിളിലും കേട്ടോ. അത് ഇപ്പം നമ്മൾ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. 2027 നമ്മൾ 4ാം സ്ഥാനത്തെത്തും, ജർമ്മനിയെ പരാജയപ്പെടുത്തും. 5 ബ്രിട്ടനെ പിന്തള്ളി, നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടനെ പിന്തള്ളിയിട്ടാണ്. 2030 നമ്മൾ 3-ലെത്തും. ചൈന, അമേരിക്ക ആൻഡ് ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്ന രാജ്യത്ത് ഇരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. 2, അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ വികസന സൂചിക എന്ന അടിസ്ഥാന സൗകര്യങ്ങളാണല്ലോ എല്ലാവരും നോക്കുന്നത്. റോഡ്, ലോകത്തിലെ 2nd ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഇന്ത്യയിലാണ്. ഇന്ത്യൻ ഹൈവേ ആണ് ലോകത്തിലെ 2nd ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക്. ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിൽ വേൾഡിലെ 3rd ലാർജസ്റ്റ് ആണ് ഇന്ത്യ. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ ഇത് അറിയുന്നില്ല പലപ്പോഴും. നമ്മളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് എപ്പോഴും പറയുന്നത്. അടിസ്ഥാന സൗകര്യം, ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ 3rd ലാർജസ്റ്റ് ആവും 2027 എന്നുള്ളതാണ് പ്രൊഡക്ഷൻ. ഏറ്റവും കൂടുതൽ ഏവിയേഷൻ ട്രാഫിക്കുള്ള ലോകത്തെ 3ാമത്തെ രാഷ്ട്രമായി മാറുകയാണ് ഇന്ത്യ, മാറാൻ പോവുകയാണ്. നിലവിൽ നമ്മളതുപോലെ അത് അടിസ്ഥാന സൗകര്യങ്ങൾ. ഇനി ഒരു രാജ്യത്തിൻ്റെ GDP ഒക്കെ കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ, അത് ഉപഭോഗം എന്ത് നടക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമ്മുടെ ഹോട്ടലുകൾ ഇന്ത്യയിലെ ആവറേജ് കണക്കിൽ 76% ഹോട്ടൽ ഒക്യുപ്പൻസി ഇന്ത്യയിലുണ്ട്. റൂംസ്, ഇന്ത്യയിലെ ടോട്ടൽ റൂംസിലെ 76% റൂംസും ഒക്യുപ്പൈഡ് ആണ്. ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. ഇത് ഈ 2 ഡിക്കേഡിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റാണ്. ഫ്ലൈറ്റ്സ് നമ്മൾ നോക്കിയാൽ എയർക്രാഫ്റ്റിൻ്റെ ഒക്യുപ്പൻസി 92% ആണ് ഇന്ത്യ. എയർപോർട്ടുകളുടെ എണ്ണത്തിലും ഏറ്റവും കൂടുതൽ വനിതാ പൈലറ്റുമാർ ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വിമാനത്തിൻ്റെ പർച്ചേസ് ഓർഡർ ഇന്ത്യയിൽ നിന്നാണ്. 905 ഫ്ലൈറ്റ്സ് സിംഗിൾ POയിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പർച്ചേസ് ഓർഡറാണ്. അപ്പോൾ അങ്ങനെ സമസ്ത മേഖലയിൽ ഇന്ത്യ കുതിക്കുകയാണ്. ഷൈനിങ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ഇപ്പോഴാണ് നടത്തേണ്ടത്. അത് പണ്ട് നടത്തിയിരുന്നത് സമയത്ത് ഇന്ത്യ ഷൈനിങ് അത്ര ഉണ്ടായിരുന്നു എനിക്ക് സംശയമുണ്ട്. ഇന്ന് അത് ഓർഗാനിക്കായിട്ട് വന്നതാണ്. 2004 ഇന്ത്യ ഷൈൻ. ഇപ്പം ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് പില്ലർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് പറയുന്നത്. അതായത് അവസരങ്ങളുടെ പില്ലറാണ് ഇന്ത്യ. കാരണം ഞങ്ങൾ ചെയ്യുന്ന ഡീൽ ചെയ്യുന്ന ഇപ്പോൾ ആപ്പിൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. ഇപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ലോകത്തിലെ നമ്പർ 1 കമ്പനി, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ആപ്പിളാണ്. ഏറ്റവും വലിയ ബ്രാൻഡ് വെച്ചാൽ ആപ്പിളാണ്. ആപ്പിളിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യ അവരുടെ ഒരു ഏഷ്യ പസഫിക് ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് അവർ മാറ്റുകയാണ് ഇന്ത്യൻ ഓപ്പറേഷൻസ്. ഞാൻ കഴിഞ്ഞ ദിവസം ആപ്പിളിൻ്റെ കൺട്രി ഹെഡുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം കൊച്ചി വന്നപ്പോൾ അവർ ഇന്ത്യയാണ് ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് ആപ്പിൾ അടക്കമുള്ള അല്ലെങ്കിൽ സാംസങ് അടക്കമുള്ള ലോകത്തിലെ ഭീമൻ കമ്പനികളാണ്. അത് ഇലക്ട്രോണിക്സ് മാത്രമല്ല, ഓട്ടോമൊബൈൽ കമ്പനികളാകട്ടെ എല്ലാ കമ്പനികളും അവരുടെ അടുത്ത പോസിബിലിറ്റി ഇന്ത്യയിലാണ് അവർ കാണുന്നത്. അപ്പോൾ ഇത്രയും മാനുഫാക്ചറിങ് ഇവിടെ വരാൻ പോവാണ്. മേക്ക് ഇൻ ഇന്ത്യ പ്രോസസ്സിലൂടെ ഇത്രയും തൊഴിലവസരങ്ങളിലൂടെ വരാൻ പോവാണ്. നമ്മൾ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് മിക്കവാറും ഇവിടെ വർക്ക് ചെയ്യേണ്ട അവസ്ഥയിലേക്ക്. ഏതൊരാഘോഷവും എന്നതുപോലെ ഈസ്റ്ററും ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്നതാണെന്ന് ഷിജോ കെ തോമസ് പറഞ്ഞു. സംഗീതമേറെ ഇഷ്ടപ്പെടുന്ന തനിക്ക് മ്യൂസിക് തെറാപ്പിയിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒത്തിരി ഒരു ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളുണ്ട്. കാരണം നമ്മൾ പെസഹ വ്യാഴാഴ്ച വീട്ടിലേക്ക് വൈകിട്ടെത്തുന്നു. അപ്പോൾ എല്ലാവരും വരുന്നു, വീട്ടിലെല്ലാവരും വരുന്നു, അപ്പം മുറിക്കുന്നു, അത് പങ്കിടുന്നു. അപ്പോൾ ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷം കൂടെയാണല്ലോ. വീട്ടിലുള്ള എല്ലാ ആളുകളും അത് ഒരു ഷെയറിങ്ങിൻ്റെ ഒരു സിംബോളിക്കായിട്ട് അതാണല്ലോ. നമ്മൾ അപ്പം മുറിച്ച് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മയുണ്ട് ഈ പെസഹ മുതൽ അങ്ങോട്ട്. ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ വളരെ ഏറ്റവും എല്ലാ രീതിയിലുമുള്ള ഒരു ത്യാഗത്തിൻ്റെ ദിവസമാണ്. നമ്മളും അത് ഫോളോ ചെയ്യുന്നു. പിന്നെ ഈസ്റ്ററിലേക്ക് വരും, പിന്നെ ഒരു ഹാപ്പിനെസ്, വീണ്ടും സന്തോഷം, രാത്രി പള്ളിയിൽ പോകുന്നു. അങ്ങനെ ചെറുപ്പത്തിലെ കുറേ നല്ല ഓർമ്മകൾ ഈസ്റ്ററുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പം ക്രിസ്ത്യാനിറ്റിയിൽ 2 കാര്യങ്ങൾ, ഒന്ന് ക്ഷമയും സ്നേഹവുമാണ് ഏറ്റവും എന്നെ സ്വാധീനിച്ച 2 മൂല്യങ്ങൾ. ഒന്ന് നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കുക. അപ്പോൾ ക്ഷമ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, ക്ഷമിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പം അത് ഉറപ്പായിട്ടും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും എനിക്ക് ഗുണമായിട്ടും എനിക്കൊരു റിലാക്സേഷനായിരുന്നു. എന്നോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അങ്ങനൊരു തെറ്റായിട്ട് നമ്മളോട് ഒരു അറിഞ്ഞോ അറിയാതെ അവരത് ചെയ്യാൻ അവർക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. എപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ക്ഷമ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ സ്നേഹം, ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവരോടും ഈക്വലായിട്ട് എല്ലാവരും കാണുക, ഒരു തുല്യമായിട്ട് എല്ലാവരെയും കാണാൻ പറ്റുക, വലിപ്പച്ചെറുപ്പം ഇല്ലാതെ നമ്മൾ കാണുക, അങ്ങനെ സ്നേഹിക്കുക. അത് ബൈബിളിൽ സ്വാധീനിച്ചാണ്. പിന്നെ തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളൊരു ആപ്തവാക്യം ഉണ്ടല്ലോ. അത് അയൽക്കാരെന്ന് പറയുമ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇന്ന് പലപ്പോഴും
എല്ലാവരും വളരെ മതകേന്ദ്രീകൃതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അവരവരുടെ മതങ്ങളല്ലേ അവരവരുടെ സ്പിരിച്വൽ ഫിലോസഫിയിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ എന്നെപ്പോലെ തന്നെ അയൽക്കാരനെന്ന് ഞാൻ കരുതുന്നത് എല്ലാ മതങ്ങൾക്കുമൊക്കെ അപ്പുറം, എല്ലാ ചിന്തകൾക്കും അപ്പുറമുള്ള ഒരു സാഹോദര്യം ഉണ്ടാകണം എന്നായിരിക്കും ക്രിസ്തു അല്ലെങ്കിൽ ബൈബിൾ പറഞ്ഞിരിക്കുന്നതിന് ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബൗണ്ടറീസൊക്കെ ബ്രേക്ക് ചെയ്ത് ഉള്ളൊരു സാഹോദര്യം, അത് ആ അയൽക്കാരൻ എന്നുള്ള ലെവലിൽ നമുക്ക് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എല്ലാ ഉത്സവങ്ങളും മതസൗഹാർദ്ദത്തിൻ്റെ ഉത്സവങ്ങളും കൂടെ ആയിട്ട് മാറുകയാണല്ലോ. നമ്മൾ ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതങ്ങളിലേക്കൊരു ബൗണ്ടറിക്ക് അപ്പുറം ഉള്ളൊരു സൗഹാർദ്ദത്തിലേക്ക് വരാനും ഈസ്റ്റർ ദിനത്തിൽ എല്ലാവർക്കും പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സംഗീതം ഒത്തിരി സ്വാധീനിക്കുന്നത്, ഞാൻ മ്യൂസിക് തെറാപ്പിയിൽ വരെ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് ചില നമ്മുടെ മൂഡിനെ വല്ലാതെ മാറ്റാനും അതിനെ എസ്കലേറ്റ് ചെയ്യാനും താക്കാനും ഒക്കെ പാട്ടിന് സഹായിക്കുമെന്ന് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ തോന്നിയിട്ടുണ്ട്. പിന്നെ വായിക്കുന്നത് പണ്ടൊക്കെ നന്നായിട്ട് സമയം കണ്ടെത്താൻ പറ്റുമായിരുന്നു. ഇപ്പം അങ്ങനെ പർപ്പസോടുകൂടി വായിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഒരു നോർമൽ ലൈഫിൻ്റെ ഭാഗമായിട്ട് വായന കൈവിട്ടുപോയി. നേരത്തെ നമ്മൾ വായന ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം പഠിക്കാനായിട്ട് വായിക്കുന്നു എന്നുള്ള നിലയിലാണ്. പിന്നെ കൂടുതലും ഫിലോസഫിക്കലായിട്ടുള്ള ബുക്സും അങ്ങനത്തേനോടാണ് നമുക്ക് താല്പര്യം. ഫിക്ഷൻ അങ്ങനെയുള്ള ബുക്കുകളെക്കാളും കുറച്ചുകൂടെ ഒരു സെൽഫ് ഹെൽപ്പ് സീരീസുള്ള ബുക്കുകൾ അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള ബുക്കുകൾ വായിക്കുകയാണെങ്കിൽ തന്നെ അത്തരം ബുക്കുകളൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ ഏറ്റവും ഇഷ്ടം. ഞാൻ കണ്ടാൽ അറിയാതെ നമ്മൾ കയറി പിടിക്കുന്ന അത്തരം ബുക്കുകളിലായിരിക്കും. നിലവിൽ 36 ഷോറൂമുകളുള്ള ഓക്സിജൻ വരുന്ന മെയ് മാസത്തോടെ 4 പുതിയ ഷോറൂമുകൾ കൂടി കേരളത്തിൽ തുറക്കും. അതോടെ കേരളത്തിലെ ആകെ ഷോറൂമുകളുടെ എണ്ണം 40 ആകും. കേരളത്തിൽ എല്ലായിടത്തും ഷോറൂമുകളായി കഴിഞ്ഞാൽ ഉറപ്പായും കേരളത്തിന് പുറത്തേക്കും ബിസിനസ് വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പം പ്ലാനിലില്ല, പക്ഷേ കേരളത്തിൻ്റെ എക്സ്പാൻഷൻ പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ടും കേരളത്തിന് പുറത്തുള്ള സാധ്യതകളൂടെ ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ബിസിനസ് നടത്തുന്നവരോടും ഇനി ബിസിനസ്സിലേക്ക് കടന്നു വരുന്നവരോടും ഓക്സിജൻ സിഇഒ ഷിജോ കെ തോമസിന് പറയാനുള്ളത് ഇതാണ്. കാര്യം പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് പണം ഉണ്ടാക്കുക, ഷോർട്ട് കട്ട്സിലൂടെ പൈസ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യം. അപ്പം നമുക്ക് നേരെ വഴിക്ക് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ആളുകൾ അടുത്ത് ചിന്തിക്കുന്ന ഉടനെ ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ ഉണ്ടാക്കണം, ഇതാണല്ലോ സാധാരണ ചിന്തിക്കാൻ. ഷോർട്ട് കട്ടുകൾ എടുക്കാതെ നമ്മൾ കൃത്യമായ രീതിയിൽ ടാക്സുകൾ കൊടുത്ത് ഞങ്ങൾ ആദ്യ ബിസിനസ് വന്ന് തുടങ്ങിയ മുതൽ ഇപ്പോൾ വരെ ഏതൊരു ചെറിയ സാധനം ഉണ്ടെങ്കിലും ബില്ലിൽ മാത്രമേ വാങ്ങുകയുള്ളൂ, ബില്ലിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അതൊരു ബൈ ഡിഫോൾട്ട് നമ്മുടെ ഒരു സിസ്റ്റമായിരുന്നു. അന്നൊക്കെ വിത്തൗട്ട് ബില്ലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു മാർക്കറ്റിൽ, ഇലക്ട്രോണിക്സിൽ. ഒരിക്കലും അത് ചെയ്തിട്ടില്ല. പക്ഷേ ലാഭമൊക്കെ കൂടുതൽ കിട്ടിയ ഈ നഷ്ടപ്രശ്നങ്ങളൊക്കെ അന്ന് മാറ്റാമായിരുന്നു പിന്നെ ആ ഷോർട്ട് കട്ട് എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ അത് ചെയ്യാത്തതുകൊണ്ട് മനസ്സമാനത്തോടെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു, ടെൻഷനൊന്നും ഇല്ലായിരുന്നു, നമ്മൾ തെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ലാത്തതുകൊണ്ട്. പക്ഷേ എന്നാലും ബേസിക് ആയിട്ടുള്ള കുറേ കോർ വാല്യൂസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ബിസിനസ് ഹൗസ് തുടങ്ങി ഡെവലപ്പ് ചെയ്യുന്ന ഘട്ടത്തിൽ ഒന്ന്, നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ആവശ്യം ആ സമയത്തുണ്ടോ, മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ ഇങ്ങനൊരു ആശയം, അല്ലെങ്കിൽ ഒരു സേവനമാണെങ്കിലും ഒരു ഉൽപ്പന്നമാണെങ്കിലും. ഓക്സിജൻ പോലെ ഒരു സ്ഥാപനം, ഒരു മൾട്ടി ബ്രാൻഡ് ഇലക്ട്രോണിക് സ്റ്റോർ ആ കാലഘട്ടത്തിൽ ഞാൻ തുടങ്ങുന്ന സമയത്ത് മാർക്കറ്റിന് അത് ആവശ്യമുണ്ടായിരുന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം. ഞാൻ എന്നോട് സ്വയം ചോദിക്കേണ്ടത്. ഇനി ആര് സംരംഭത്തിലേക്ക് വരുമ്പോഴും അത് മാർക്കറ്റിൽ ആവശ്യമുണ്ടോ, ആ ഉൽപ്പന്നമാകാം സേവനമാകാം. 2, നമ്മൾ അങ്ങനെ ഒരു ഉൽപ്പന്നമോ അല്ല സേവനം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. നമ്മുടെ മനസ്സിലതിരുന്നിട്ട് കാര്യം. പലർക്കും നല്ല ആശയങ്ങളുള്ളവരുണ്ട്, അവർ സ്ഥാപനം തുടങ്ങുന്നുണ്ട്, പക്ഷേ അത് സക്സസ്ഫുൾ ആകുന്നില്ല. അതിന് കാരണം അത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രോബ്ലം അവിടെ വന്നിട്ടുണ്ട്. മാർക്കറ്റിംഗ്, അതായത് നമ്മുടെ സേവനത്തെക്കുറിച്ചും നമ്മുടെ യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സും ആളുകളെ അറിയിക്കാനുള്ള സംവിധാനമാണ് മാർക്കറ്റിംഗ്. 3, സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സാണ്. നമ്മുടെ സ്ഥാപനം തുടങ്ങി ആദ്യം നമ്മൾ പറയും 2 തരം കാഴ്ചപ്പാട്. ഒന്ന്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആറ്റിറ്റ്യൂഡോടുകൂടി ബിസിനസ് തുടങ്ങുന്നവരുണ്ട്. അതായത് ഞാൻ തന്നെയാണ് സർവസ്വവും, ഞാൻ രാവിലെ വരുന്നു, തുറങ്ങുന്നു, ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നു, കൂടെ സഹായികളുണ്ടെങ്കിൽ പോലും എല്ലാം ഞാൻ തന്നെയായിരിക്കും, ഞാനില്ലെങ്കിൽ ആ ബിസിനസ് ഇല്ല. ഇതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് കാഴ്ചപ്പാടെന്ന് നമ്മൾ പറയും. അത് ബിസിനസ് അല്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സ് വെച്ച് നമ്മളൊരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഓടുന്നതാണ്. അതായത് ഞാൻ നാളെ ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും ഓക്സിജന് ഒന്നും സംഭവിക്കാതിരിക്കുന്നിടത്താണ് ഞാൻ സക്സസ്ഫുൾ ആയൊരു ഓൺട്രപ്രണറായിട്ട് മാറുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എൻ്റെ പ്രസൻസ് ഇല്ലെങ്കിലും ഓക്സിജന് യാതൊന്നും സംഭവിക്കാൻ പാടില്ല, ഉണ്ടെങ്കിലും ഇല്ലെന്നുള്ള റിലവൻ്റ് അല്ലാതായി മാറണം. അപ്പോൾ അവിടെ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. 3ാമതായിട്ട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 4ാമത് പീപ്പിൾ. ഈ സിസ്റ്റംസും പ്രോസസ്സും എല്ലാം ഇംപ്ലിമെൻറ്റേഷൻ നല്ല ആളുകൾ നമ്മളിവിടെ ഇല്ലെങ്കിൽ, നല്ല ഹ്യൂമൻ ഫോഴ്സ് ഇല്ലെങ്കിൽ, കാരണം ഇത് എന്തെല്ലാം സിസ്റ്റം വെച്ചാലും അൾട്ടിമേറ്റ്ലി ആളുകൾ വഴിയാണ് ആ സിസ്റ്റം ചലിപ്പിക്കേണ്ടത്. നല്ല ആളുകൾ നമുക്ക് വേണം. 5, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്. പലർക്കും ഇന്നില്ലാത്തൊരു കാര്യമാണ്. അവരങ്ങ് സാറ്റിസ്ഫൈഡ് ആകുകയാണ് ഉള്ളതുകൊണ്ട്.
എന്നുവെച്ചാൽ നമ്മളൊരു ബിസിനസ് തുടങ്ങി, അത് ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. അവിടെ ഈ പറഞ്ഞ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇതാണ്, ഞാനൊരു ജോലിക്ക് പോകുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഇത് കിട്ടി മാസം എന്നുള്ളതിൽ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വരുന്നില്ല. അപ്പോൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുന്നവർ. അപ്പം നമ്മൾ നോക്കിക്കാണുന്ന സക്സസ്ഫുള്ളായ ബ്രാൻഡുകളുടെ എല്ലാം അത് നടത്തുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ്, ഒന്ന് മെയിൻ്റനൻസ് മൈൻഡ് സെറ്റും ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഈ മെയിൻ്റനൻസ് മൈൻഡ് സെറ്റ് പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് ഓണം പോലെ പോകുന്ന ഒരു മൈൻഡ് സെറ്റാണ്. അപ്പം ബിസിനസ്സിൽ നമ്മൾ സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ, അപ്പം നമ്മൾ സ്കെയിലപ്പ് ചെയ്യുമ്പോൾ ഗുണം എന്താണ്? നമ്മൾ അത്രയും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മുടെ ഈ എക്കണോമിയിലേക്കാണല്ലോ ഈ ഫണ്ടെല്ലാം വരുന്നത്. ആ വ്യക്തി മാത്രമല്ലല്ലോ, ഒരു സമൂഹം കൂടെ ഗ്രോ ചെയ്യുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പം നമ്മുടെ എംപ്ലോയീസ് പ്രത്യക്ഷത്തിൽ നമ്മൾ ഇത്രയും പറഞ്ഞു, പരോക്ഷമായിട്ട് എത്ര പേര് നമ്മൾ ഇപ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫുകളും അങ്ങനെയുള്ളവരും ഞാൻ കൂട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ പ്രിൻറ്റിങ്ങിന് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടാകും. പരോക്ഷമായി നമ്മൾ എത്ര പേരിലേക്ക് നമ്മുടെ പണം എത്തുന്നു. നമ്മൾ പെരിഫറലായിട്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നവരുണ്ടല്ലോ. ഇപ്പം നമ്മൾ പരസ്യം ചെയ്യുന്നവർ, നമ്മൾ പരസ്യം കൊടുക്കുന്ന കമ്പനികൾ, മീഡിയ ഹൗസുകൾ, അല്ലെങ്കിൽ പ്രിൻറ്റിങ് ചെയ്യുന്നവർ, നമ്മൾ ഇതിന് കൺസ്ട്രക്ഷന് വേണ്ടി സഹായിക്കുന്ന ആളുകൾ, ഇൻറ്റീരിയറിൻ്റെ ആളുകൾ, ഇതിൻ്റെ ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ടെങ്കിൽ അത്, ഇവരൊന്നും നമ്മുടെ എംപ്ലോയീസ് അല്ല, പക്ഷെ നമ്മളിലൂടെ അവരിലേക്കും സമ്പത്ത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ബിസിനസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതിലുപരി സമ്പത്ത് ഷെയർ ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ്. ബിസിനസ്സിനകത്തുള്ളൊരു ആത്മീയത ഞാൻ കാണുന്നത്, ബിസിനസ്സിനകത്തൊരു ആത്മീയത അതാണ്. സമ്പത്ത് ഷെയർ ചെയ്യാൻ നമ്മളൊരു കാരണമായി മാറുന്നു. നമ്മൾ സമ്പത്ത് ആർജിക്കുന്നു എന്നുള്ളതിന് അവിടെ ഒരു പരിധിക്കുള്ള സാറ്റിസ്ഫാക്ഷൻ ഇല്ലല്ലോ. നമ്മൾ വഴി പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകാണ്, എവിടുന്ന് വരുന്നു, നമ്മളിത് ഹാൻഡിൽ ചെയ്യുന്നു, വേറെ എങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 5 ഘടകങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ള പോലെ. ഈ 5 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ നല്ലൊരാശയം, അതിനെ ആളുകളിൽ എത്തിക്കാനുള്ള സംവിധാനം, നല്ല സിസ്റ്റംസും പ്രോസസ്സും, നല്ല പീപ്പിൾ നമ്മളിവിടെ ഉണ്ടാകുക, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാകുക, ഇതെല്ലാം കൂടെ ചേരുമ്പം ഒരു ബിസിനസ് ഹൗസിന് ഡെവലപ്പ്. പിന്നെ ആ ആശയം ആ കാലത്ത് പ്രസക്തിയില്ലാത്ത ആശയമാണെങ്കിൽ അങ്ങനെ തുടങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ധാരാളം പേര് ചെയ്ത് ഓൾറെഡി അത് പഴകിയ ഒരു ആശയമാണെങ്കിൽ, ഒരു ഉൽപ്പന്നമാണെങ്കിൽ, അത് വീണ്ടും നമ്മളോട് പോയിട്ട് ആ ആശയമായിട്ട് പോയിട്ട് കാര്യം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ അതുപോലെ ഡിഫറൻ്റ് ആയിട്ട് സെയിം കാര്യം ചെയ്യാൻ പറ്റണം. എന്തെങ്കിലും ഡിഫറൻസ് അവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് വളരാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ എൻ്റെ എളിയ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ അത്രയും പറയാൻ ഒതൻറ്റിക് ആയിട്ടുള്ള ആളല്ല, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മറ്റു പലരെയും കാണുമ്പോഴൊക്കെ ദൂരമൊന്ന് കണ്ട് വലിയ ബിസിനസ്സുകാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഓക്സിജൻ കുടുംബത്തിലെ ഓരോ അംഗത്തെയും സിഇഒ ഷിജോ കെ തോമസിന് വ്യക്തിപരമായി അറിയാമെന്നും അവരോട് സദാ ഇടപെടാൻ സമയം കണ്ടെത്താറുണ്ടെന്നും ഓക്സിജൻ ഗ്രൂപ്പ് കോർപ്പറേറ്റ് PRO പഴയിടം മുരളി പറഞ്ഞു. ഞാനിപ്പോൾ ഓക്സിജൻ്റെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. പത്രപ്രവർത്തന മേഖലയിൽ നിന്നാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത്. എനിക്ക് ചിരപരിചിതമായ ഒന്നും ഈ സ്ഥാപനത്തിൽ ഇല്ലായിരുന്നു. എനിക്ക് അത് പഠിക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനുമുള്ള എല്ലാവിധ പിന്തുണയും നൽകിയത് ഈ സ്ഥാപനത്തിൻ്റെ CEO ആയിട്ടുള്ള ഷിജോ കെ തോമസ് സാറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുള്ള ഒരവസ്ഥ എനിക്ക് എൻ്റെ സങ്കല്പങ്ങൾക്കും അതീതമാണ്. ഈ സ്ഥാപനത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും ഏത് കാര്യത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടാനുസരണ സപ്പോർട്ട്, പിന്തുണ, സ്നേഹമൊക്കെ കിട്ടുന്നുണ്ട്. സാറിനെ സംബന്ധിച്ച് സാറിൻ്റെ കാര്യം പറഞ്ഞാൽ ഓരോ ജീവനക്കാരനുമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധമുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവരെയും, മിക്ക ആളുകളെയും, പുതിയ കുട്ടികൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും സാർ അറിയും. അവരുമായിട്ടെല്ലാം വളരെ ഇൻട്രാക്റ്റീവായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിലുള്ള മുഴുവൻ ജീവനക്കാർക്കും അദ്ദേഹത്തോട് ആ സ്നേഹവും ബഹുമാനവും ഒക്കെ നിലനിൽക്കുകയാണ്. വലിയൊരു സ്ഥാപനത്തിൻ്റെ CEOയും അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറൊക്കെ ആയിട്ടുള്ള ഷിജോ സാറിൻ്റെ ഈ സ്നേഹം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായ പ്രവർത്തനത്തിന് ഇവിടുത്തെ ജീവനക്കാർക്ക് പിന്തുണയും താങ്ങും തണലുമൊക്കെ മാറിയെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 4 നൂറ്റാണ്ട് മുമ്പ് കേവലം 40,000 രൂപ മൂലധനത്തിന്റെ അടിത്തറയിൽ ആരംഭിച്ച ഓസോൺ സിസ്റ്റംസ് എന്ന IT സ്ഥാപനം ഇന്ന് ഓക്സിജൻ എന്ന മൂല്യമേറിയ ബ്രാൻഡ് നെയിമിൽ കേരളമാകെ നിറഞ്ഞു നിൽക്കുകയാണ്. സിൽവർ ജൂബിലി നിറവിൽ നിൽക്കുന്ന ഓക്സിജൻ ഗ്രൂപ്പിനും അതിന്റെ നായകൻ ഷിജോ കെ തോമസിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഫിനാൻഷ്യൽ ഗൈഡിന്റെ ഈസ്റ്റർ ആശംസകളും.